ഹായ് എവരി വൺ. നമ്മളുടെ പ്രൊവിഷണൽ ആൻസർ കീ ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അതൊക്കെ ചെക്ക് ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. സോ നമുക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മളുടെ മാനേജ്മെന്റിന്റെ കേസ് പറയുന്ന സമയത്ത് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ചലഞ്ചിങ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് അതും ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതിൽ മാർക്കറ്റിംഗിൽ നിന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുള്ളത്. പ്രൈസിങ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 4 തരം പ്രൈസിങ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കോളത്തിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനും. ഇത് നമ്മളോട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. സോ നമ്മൾ പ്രിഡേറ്ററി പ്രൈസിങ് എന്താന്ന് അറിഞ്ഞാൽ തന്നെ ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ അതായത് കോമ്പറ്റീറ്റേഴ്സിനെ ഡ്രൈവ് ഔട്ട് ചെയ്യാൻ നമ്മൾ പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്നതിനാണ് പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ആൻസറിൽ എത്തിക്കഴിഞ്ഞാൽ A2 ആയിട്ട് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഇവിടെ ഉള്ളൂ. അപ്പം അത് നമുക്ക് അതിലേക്ക് ആൻസർ എത്താൻ പറ്റും. സോ ഇനി ഡിസംബറിലേക്ക് എക്സാം എഴുതാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഒരൊറ്റ പിന്നെ ട്രൈ കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ ഓപ്ഷന് കറക്റ്റ് ആക്കുന്നതിലൂടെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമ്പോൾ നിങ്ങൾ അതിൻ്റെ പുറത്ത് വേറൊരു ടൈം കളയരുത്. ബാക്കിയുള്ളതൊക്കെ മാച്ച് ചെയ്ത് നോക്കി ശരിയാണോ എന്ന് ഉറപ്പ് വരുത്താൻ ട്രൈ ചെയ്യരുത്. സോ ജസ്റ്റ് മൂവ് ഓൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ മെത്തേഡ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ളതാണ്. അപ്പം ഇവിടെ നോട്ട് കൊടുത്തത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം ഇതിൽ ഓപ്ഷനിൽ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തും. ഓപ്ഷൻ 3 ഹാലോ ഇഫക്റ്റ്. ബാക്കിയെല്ലാം നമ്മുടെ പെർഫോമൻസ് അപ്രൈസലിന്റെ മെത്തേഡ്സ് ആണല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ഡിറക്ട്ലി ഫിനാൻസിങ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഡിറക്ട്ലി ഫിനാൻസിങ് ചെയ്യാത്തത് ഓഫ് കോഴ്സ് നമുക്കറിയാം വേൾഡ് ബാങ്ക്, IDBI ആൻഡ് IMF. അപ്പം ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മളെ മാനേജ്മെന്റ് എന്നാണ്. ഇതിൽ 4 തിയറീസ് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് നീഡ് തിയറി, തിയറി എക്സ് ആൻഡ് വൈ, 2 ഫാക്ടർ തിയറി ആൻഡ് എക്സ്പെക്ടൻസി തിയറി. ഇതിൽ നമ്മൾ അഗെയിൻ നമ്മൾ ഫസ്റ്റ് വണ്ണ് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എബ്രഹാം മാസ്ലോയിലെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കറക്റ്റ് ചെയ്താൽ തന്നെ ഒരൊറ്റ ഓപ്ഷനേ ഇവിടെ വരുന്നുള്ളൂ, ഓപ്ഷൻ A എന്നുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കറക്റ്റായി വന്നു. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് അഗെയിൻ നമ്മൾ ടൈം കളയണ്ട. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ടൈപ്പ് ഓഫ് സ്റ്റാർട്ടപ്പ് ഫേംസ് എന്നാണ്. ഓക്കെ, അപ്പം നമ്മൾ സാലറി സബ്സ്റ്റിറ്റ്യൂട്ട് ഫേംസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗ്രോസറി ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്, ലൈഫ് സ്റ്റൈൽ ഫേംസ് എന്ന് പറയുമ്പം ഒരു ഇൻഡിവിജ്വൽ അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾ ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതൊരു പാഷന്റെ പുറത്തായിരിക്കും അല്ലേ. സോ അത്. പിന്നെ എന്റർപ്രണറൽ ഫേംസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പുതിയ ഐഡിയാസ്, പുതിയ ഇന്നോവേഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ ഇതിൽ ഓഡ് 1 ആയിട്ട് നിൽക്കുന്നത് ഓർഡിനൻസ് ഫേംസ് എന്നാണ്. അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ഫേംസ് നമുക്കൊരു ഫോം ആയിട്ട് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ HR ഓഡിറ്റ്. ഇപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിലും ഒരുവിധം ക്വസ്റ്റ്യൻസിലൊക്കെ നോട്ട് ചേർത്തിട്ടുണ്ടല്ലേ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് NTA യൂസ് ചെയ്യുന്ന ഒരു ടാക്ടിക് ആണ്, നമ്മളെ വലയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 4 ബാലൻസ്ഡ് സ്കോർ കാർഡ് ആണ്. ദെൻ നെക്സ്റ്റ് FM എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് ഇവരിപ്പോൾ ഇപ്രാവശ്യം ചോദിച്ചത് പെക്കിംഗ് ഓർഡർ തിയറി ആണ്. അങ്ങനെ ഭയങ്കര ഫ്രീക്വൻ്റ്ലി വരുന്ന പാർട്ടല്ല, ബട്ട് അവരിപ്രാവശ്യം അതിൻ്റെ അസംഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2ൽ വരുന്നത് ABC ആണ്. ഓക്കെ, ABC എന്ന് പറയുന്ന സമയത്ത് മാനേജേഴ്സ് ഹാവ് മോർ ഇൻഫോർമേഷൻ അബൌട്ട് ദെയർ ഫേംസ് വാല്യൂ ദാൻ ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, പിന്നെ സെക്കൻഡ് വൺ വരുന്നത് അസിമെട്രിക് ഇൻഫർമേഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ മാനേജേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ദെൻ തേർഡ് ഓപ്ഷൻ പറയുന്നത് ഇഷ്യൂയിങ് ഇക്വിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ദാറ്റ് ദ കറണ്ട് ഷെയർ പ്രൈസ് ഈസ് ഓവർ വാല്യൂഡ്.
ഓക്കെ, അത് മൂന്നുമാണ് പെക്കിംഗ് ഓർഡർ തിയറിന്റെ അസംഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ characteristics of the strategic decision that deals with the long term future of the entire organization. സ്ട്രാറ്റജിക് ഡിസിഷൻസ് എന്ന് പറയുമ്പം തന്നെ നമുക്ക് ലോങ് ടേമിലേക്കാണ്. അത് ലോങ് ടേമിലേക്ക് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും, ഇൻവാരിയബിലിറ്റി എന്നുള്ളത് അല്ലേ. ബാക്കിയെല്ലാം ലോങ് ടേമിലേക്ക് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കോൺസിക്വൻഷ്യൽ എന്ന് പറയുമ്പം നമ്മളുടെ ഡിസിഷൻസ് ഒക്കെ സിഗ്നിഫിക്കൻ്റ്ലി എന്താ പറയാ, ഒരു കോൺസിക്വൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. എപ്പോഴും എടുക്കുന്ന ഇതല്ല നമ്മൾ സ്ട്രാറ്റജിക് ഡിസിഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡയറക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു ഫോക്കസ് ഉണ്ടായിരിക്കും എന്നുള്ളത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ratio measures the amount that investors are willing to pay for each rupee of earnings, where higher the ratio കൂടുമ്പോൾ the larger the investors confidence in the firm's future. അപ്പം അവരുടെ ഫേംസിന്റെ ഫ്യൂച്ചറിൽ കോൺഫിഡൻസ് ഉണ്ടാവുന്നത് ഏതാണെന്ന്. അപ്പം പ്രൈസ് ഏർണിംഗ് റേഷ്യോ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് എക്കണോമിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് എന്നുള്ളത്. ഓഫ് കോഴ്സ് നമുക്കറിയാം ഓപ്ഷൻ 3 ആണ്. അതായത് മറ്റൊരു ഗുഡ്സിന്റെ പ്രൈസിൽ മാറ്റം വരുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അതിനാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഇപ്രാവശ്യം കുറെ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സീക്വൻസ് ബേസ്ഡും മാച്ചിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പം ഇനി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ബജറ്ററി കൺട്രോളിന്റെ സ്റ്റെപ്സ് ആണ് ചോദിച്ചത്. ഇത് ഫ്രീക്വന്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴായിട്ട് നമ്മൾ PYQസിലും JRF ക്ലബ്സിലും ഒക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കും കൂടിയാണ്. ഓക്കെ, ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ബ്രാൻഡ് മാനേജ്മെന്റ് നിന്നാണ്. ഇതിൽ ബ്രാൻഡ് എക്സ്റ്റൻഷന്, അതുപോലെ ബ്രാൻഡ് ഒതന്റിസിറ്റി, ബ്രാൻഡ് സ്ട്രെച്ചിങ്, ബ്രാൻഡ് ഇക്വിറ്റി. അപ്പം ഇത് നാലുമാണ്, ഈ 4 ടേംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഡിസ്ക്രിപ്ഷന് നെക്സ്റ്റ് കോളത്തിലുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഇതൊക്കെ ഇതൊക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കീവേഡ്സ് കഴിയുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുക. ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കീവേഡായിട്ട് നോക്കാൻ പറ്റുന്നത് വാല്യൂ എന്നുള്ളതാണ്. ഓക്കെ, വാല്യൂ കീവേഡായിട്ട് എടുത്താൽ നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എഗെയിൻ പ്രോസസ് ആണ് ചോദിച്ചിട്ടുള്ളത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ പ്രോസസ്സ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആക്ച്വൽ കോസ്റ്റ് നമ്മൾ മെഷർ ചെയ്യും. മെഷർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യും അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും വേരിയൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അത് എന്തുകൊണ്ട് ആ വേരിയൻസ് വന്നെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കും. പിന്നെ അവസാനം നമ്മൾ പ്രോഫിറ്റ് സെന്റേഴ്സിലും ഒക്കെ ഡിസ്പോസ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് കുറേയൊക്കെ മാനേജ്മെന്റിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ലോജിക്ക് വെച്ചിട്ടൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമുക്കൊരു ചലഞ്ചിങ് പോലെ തോന്നാം. ലൈക്ക് ഇതിൽ ഡിമാൻഡ് പുൾ ഇൻഫ്ലക്ഷൻ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇൻഫ്ലേഷൻ ആണ് അത് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പം ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, എ ആൻഡ് സി എന്നാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ബട്ട് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 2 സെയിം ആണ് അല്ലെ. ബി ആൻഡ് ഇ എന്ന് പറയുന്നതും ഇ ആൻഡ് ബി എന്ന് പറയുന്നതും സെയിം ആണ്. ബട്ട് ഇത് നമ്മൾ ആൻസറിനെ എഫക്ട് ചെയ്യുന്നില്ല. സോ
ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ചലഞ്ച് ചെയ്യാന്നുള്ളൊരു ഓപ്ഷന് ഇവിടെ വരുന്നില്ല. സോ അത് അങ്ങനെ സെയിം ഓപ്ഷൻ വന്നെന്ന് കരുതി നമുക്കെല്ലാം ചലഞ്ച് ചെയ്യാൻ പറ്റൂലല്ലോ. സോ ഇത് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ട് കുറയുമ്പോൾ നമുക്ക് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷന് വരുന്നത്. നെക്സ്റ്റ് മാച്ചിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ചിങ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ഓരോ യൂണിറ്റിലും ഒരു മാച്ചിങ് ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ട്. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കൂടുതൽ, ഇനി എക്സാം എഴുതാൻ പോകുന്നവര്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ഇപ്പം നമുക്ക് ഒന്നെങ്കിൽ ഇപ്പം ഓപ്ഷൻ 3 എന്ന് പറയുമ്പം A1 ആണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസും കട്ട് ചെയ്യാം. ഓക്കെ, ബാക്കി നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ബാക്കിയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. സോ അങ്ങനെ മാക്സിമം കണ്ടെത്താൻ നോക്കുക. ഇനി ഇതിൽ ഇന്റർനാഷണൽ HRM കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഈ തേർഡുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ടൈം കളയേണ്ട ആവശ്യം വരില്ല. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ക്യാപിറ്റൽ ബജറ്റിങ്ങിന്റെ പ്രോസസ്സ് ചോദിച്ചിട്ടാണ്. നേരത്തെ ക്യാപിറ്റൽ സ്ട്രക്ചർ ചോദിച്ചു. അഗെയിൻ അവർ ക്യാപിറ്റൽ ബജറ്റിങ്ങിന്റെ പ്രോസസ്സ്. ഇപ്പം നമ്മളിപ്പം ഒരു ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇവർ ഒരുപാട് പ്രോസസ്സും അതുപോലെ സീക്വൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇനി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനോടാണ് കൂടുതൽ പറയാനുള്ളത്. കാരണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതായത് ഓപ്ഷൻ എ, അതായത് ഐഡന്റിഫിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അതെന്തായാലും ഫസ്റ്റിൽ വരും, ഫസ്റ്റത്തെ സ്റ്റെപ്പായി വരും എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ തന്നെ കിട്ടാം. അതുപോലെ തന്നെ ആയിരിക്കും ഇംപ്ലിമെന്റേഷൻ ആയിരിക്കും ഇതിന്റെ എൻഡ് വരിക എന്നുള്ളതും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനത്തതൊക്കെ പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാം. പിന്നെ നെക്സ്റ്റ് അതായത് നമുക്ക് സ്റ്റാറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് സക്സസ് ആൻഡ് ഫെയിലിയർ റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പിന്നെ ദ മീൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ മേ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്ന് പറയാം, അത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിലാണ്. പിന്നെ സം ഓഫ് ഓൾ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റാൻഡം വേരിയബിൾ. പിന്നെ ലാസ്റ്റ് വൺ ഇസ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് when NPV and IRR are different rankings, which of the following problems is the cause of disparity? IRRും NPVയും ഡിഫറെന്റ് റാങ്കിങ് ആവുമ്പോൾ എന്ത് ഡിസ്പാരിറ്റി ആണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതിന്റെ ആൻസർ വരുന്നത് സൈസ് ഡിസ്പാരിറ്റി പ്രോബ്ലംസ് ആണ് അതിലൂടെ സംഭവിക്കുന്നത്. പിന്നെ അഗെയിൻ ഡയറക്റ്റ് ആൻഡ് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്പേർഷന്റെ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റും. ലാസ്റ്റ് 3 മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് റേഞ്ച് ഓപ്ഷൻ 4 എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് റെസ്പോൺസിബിലിറ്റി സ്കോപ്പ് ചാലഞ്ചസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്താൽ അതിനെന്താണ് പറയുന്നത് എന്നുള്ളത്. ഇതൊരു ഹൊറിസോണ്ടൽ അപ്ഗ്രേഡേഷൻ അല്ലേ. അപ്പം സോ അതിന് നമ്മൾ ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയും. ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. പിന്നെ കൈ സ്ക്വയർ അഗെയിൻ സ്റ്റാറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്, കൈ സ്ക്വയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് ഏതാണെന്നാ ചോദിച്ചത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നോട്ടുള്ളത് അത് ഓപ്ഷൻ 3 ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ യൂസ് ഓഫ് സ്മോൾ intermittent assault on different market segment held by the competitors. കോമ്പറ്റീറ്റേഴ്സ് നമ്മളെ എങ്ങനെയൊക്കെ അസോൾട്ട് ചെയ്യും എന്നുള്ളതാണ്.
എൻസർക്കിൾമെന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ എല്ലാ രീതിയിലും അവർ അസൾട്ട് ചെയ്യും. പ്രൈസിലാണെന്നുണ്ടെങ്കിലും പ്രൊമോഷനിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും അവർ നമ്മളെ അസോൾട്ട് ചെയ്യും. ഫ്ലാങ്കിങ് എന്ന് പറയുന്ന സമയത്ത് അവർ ഏതെങ്കിലും ഒരു ഏരിയയിൽ, ഫ്ലാങ്കിങ് എന്ന് പറയുമ്പോൾ സോറി, ഏതെങ്കിലും ഒരു വീക്ക് പോയിന്റ്, നമ്മളൊരു വീക്ക് പോയിന്റ് പിടിച്ചിട്ട് അവർ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. ഗൊറില്ല എന്ന് പറയുന്ന സമയത്താണ് ഓപ്ഷൻ 3 ആണ്. ഏതെങ്കിലും ഒരു ഏരിയയിൽ, അതായത് ഒരു സ്മോൾ പോർഷനിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പം മെയിൻലി പ്രൈസിങ്ങിലായിരിക്കും. ഫ്രണ്ടൽ എന്ന് പറയുന്നത് നമ്മളെ മെയിൻ സ്ട്രെങ്ത്തിൽ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. കാരണം ഇതിൽ സ്മോൾ ഇന്റർമിറ്റന്റ് അസൾട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഇതൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിൽ ഏതാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പം ഇതിൽ എ പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽ ഓർഗനൈസ് ആൻഡ് ഇന്റർപ്രറ്റ് ദെയർ സെൻസറി ഇംപ്രഷൻസ് ടു ഗിവ് മീനിങ് ടു ദെയർ എൻവിറോൺമെന്റ്. അപ്പം നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ളതും ഒരു കീവേഡ് ആയിട്ട് എടുക്കാം. ഇന്റർപ്രറ്റർ എന്നുള്ളതും നമുക്ക് ഒരു കീവേഡ് ആക്കി എടുത്താൽ ഓപ്ഷൻ 3 പെർസെപ്ഷൻ എന്നുള്ളൊരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പിന്നെ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് ചലഞ്ചിന് പോകാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. കാരണം ഇവിടെ ഓപ്ഷൻ 2ലും ഓപ്ഷൻ 4ലും സെയിം ആണ് അല്ലേ? സെയിം ഓപ്ഷൻസ് ആണ്, എ ആൻഡ് സി എന്നുള്ള ഓപ്ഷൻസ് ആണുള്ളത്. അപ്പം ഒന്നെങ്കിൽ ഇത് എങ്ങനെ വരാൻ ചാൻസ് ഉള്ളത് എന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ 2 കൊടുത്തവർക്കും 4 ഓപ്ഷൻ കൊടുത്തവർക്കും ഒരു മാർക്ക് തരും, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യന് ഡ്രോപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്ന എ ആൻഡ് സി എന്നുള്ളതാണ്. പ്രിഫറൻസ് ക്യാപിറ്റൽ റെപ്രസെന്റ് എ ഹൈബ്രിഡ് ഫോം ഓഫ് ഫിനാൻസിങ്. അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിംഗ് റെപ്രസെന്റ് ദ പ്രോഫിറ്റ് പ്ലോഗ്ഡ് ബാക്ക് ഇൻ ദ ബിസിനസ്. നെക്സ്റ്റ് EDP എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ച് എന്താ പറയാ, പത്രം വായിക്കുന്നവർക്കും ജനറൽ നോളജ് ഒക്കെ അറിയുന്നവർക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് നൈക്കയും ഫാൽഗുനി നായരൊക്കെ വന്നതുകൊണ്ട് തന്നെ. ബട്ട് അഗെയിൻ നമുക്ക് രണ്ട് ഓപ്ഷൻസിൽ സെയിം ഇത് വന്നതുകൊണ്ട് കുറച്ചൊരു കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇതിൽ കൊടുത്തിട്ടുള്ള ബ്രാൻഡ്സ് ഏതൊക്കെ? സിവാമി, ഖമാനി ട്യൂബ്സ് ആൻഡ് ബയോകോൺ ലിമിറ്റഡ് ആൻഡ് നൈക്ക ആണ്. പിന്നെ അതിന്റെ വുമൺ എന്റർപ്രണേഴ്സിനെയും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, അക്കോർഡിംഗ് ടു ദ എക്ലെക്റ്റിക് തിയറി ഓഫ് FDI, foreign direct investment will occur on which of the following condition when they are to be uniquely combined? Again IB എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അവര് ഇപ്രാവശ്യം കുറച്ചധികം തിയറീസ് ചോദിച്ചിട്ടുണ്ട്. IBയിൽ ചോദിച്ചിട്ടുള്ള തിയറി എക്ലെക്റ്റിക് തിയറി ആണ്. ഇതിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഓണർഷിപ്പ്, ലൊക്കേഷൻ ആൻഡ് ഇന്റർനാഷണലൈസേഷൻ എന്നുള്ളത്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, നോട്ട് ദ ഫോം ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഓപ്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ 4 ഗ്രൂപ്പ് കൊഹസീവ്നെസ്. ഒരുപാട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ്, പോർട്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ള കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതും നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. കോസ്റ്റ് ലീഡർഷിപ്പ്, അതുപോലെ തന്നെ റിസ്ക് ഓഫ് ഡിഫറൻസിയേഷൻ ആൻഡ് റിസ്ക് ഓഫ് ഫോക്കസ്. ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഇത് തെറ്റിച്ച ഒരു സ്റ്റുഡന്റ് പോലും ഉണ്ടാവില്ല, കാരണം അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 പീസ് അല്ലാത്തത്, 4 പീസിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചത്. ഒബ്വിയസ്ലി ഇറ്റ്സ് ഓപ്ഷൻ 4. വെരി സിമ്പിൾ. നെക്സ്റ്റ്, അഗെയിൻ ഇന്റർനാഷണൽ ബിസിനസ് എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യവും അവർ AI റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്
2 3 ക്വസ്റ്റ്യൻസ് അവർ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന്. ഇപ്രാവശ്യം ഉണ്ട്. ഇതിൽ പീസ് സ്റ്റാൻഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. പെർഫോമൻസ്, എൻവിറോൺമെന്റ്, ആക്ടേഴ്സ് ആൻഡ് സെൻസേഴ്സ് എന്നുള്ളതാണ്. നെക്സ്റ്റ് കോസ്റ്റിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 4 ഐറ്റംസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കൺസെപ്റ്റും തന്നിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 എന്ന് പറയുമ്പോൾ ഫേർണിച്ചർ നമുക്കറിയാം ജോബ് കോസ്റ്റിംഗിൽ വരുന്നതാണ്. അപ്പം ഈ 2 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് 1 കണ്ടെത്തിയാൽ തന്നെ നമുക്ക് സിമെന്റ് ഏതാന്ന് കണ്ടെത്തിയാൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കോസ്റ്റിംഗ് കണ്ടാൽ 3rd ഓപ്ഷനിലേക്ക് തന്നെ നമ്മൾ എത്തും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് അറേഞ്ച് ദ ഫോളോയിങ് 5 സ്റ്റെപ്സ് റിസോഴ്സ് ബേസ്ഡ് അപ്രോച്ച് ടു സ്ട്രാറ്റജി അനാലിസിസ് പ്രപ്പോസ്ഡ് ബൈ ഗ്രാൻഡ് പ്രപ്പോസ് ചെയ്ത സ്ട്രാറ്റജി അനാലിസിസ്. അതിന്റെ സ്റ്റെപ്സ് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. ഓക്കെ, നെക്സ്റ്റ് OM എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർട്ട് തന്നിട്ടുണ്ട്, അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം R ചാർട്ട് എന്ന് കാണുമ്പോൾ ഇവിടെ റേഞ്ച് എന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യലേ. A2 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 3. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അഗെയിൻ തിയറി ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ചോദിച്ച തിയറീസ് ട്രേഡ് തിയറി, ബിഹേവിയറൽ തിയറി ഓഫ് ലീഡർഷിപ്പ്, കോഗ്നിറ്റീവ് റിസോഴ്സ് തിയറി, സിറ്റുവേഷണൽ ലീഡർഷിപ്പ് തിയറി. ഇത് OBയിലുള്ള തിയറീസ് ആണല്ലേ. ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. ഇത് ഓപ്ഷൻ 2 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇതിൽ നമുക്ക് ഓപ്ഷൻ ഡി 3 ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടില്ലേ, പെട്ടെന്ന് കിട്ടും. നമുക്ക് ഫസ്റ്റ് മുതൽ തന്നെ എ മുതൽ തന്നെ മാച്ച് ചെയ്യണമെന്നില്ല, തിരിച്ചു നമുക്ക് മാച്ച് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഇനി ക്രോണോളജിന്റെ ബേസിലും ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് OM നമുക്ക് പൊതുവെ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും പിന്നെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ബട്ട് ഇപ്രാവശ്യം പ്രോബ്ലംസ് ഒന്നും ചോദിച്ചിട്ടില്ല. വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിന്റെ സ്റ്റെപ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ പ്രോബ്ലം ചെയ്ത് പഠിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ, ട്രൈ ചെയ്തവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ആൻസർ പെട്ടെന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് എന്റർപ്രണേഴ്സ് ആർ ബേസ്ഡ് ഓൺ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്? ഓക്കെ, ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ബി ആൻഡ് സി ഓൺലി. ബി ആൻഡ് സി എന്ന് പറയുമ്പോൾ ദ റിയൽ മാനേജറും ആൻഡ് ദ അച്ചീവറും ആണ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള എന്റർപ്രണേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് അഗെയിൻ സ്റ്റെപ്പാണ്. ഡിസിഷൻ മേക്കിംഗ്, റാഷണൽ ഡിസിഷൻ മേക്കിങ്ങിന്റെ സ്റ്റെപ്സ് അറേഞ്ച് ചെയ്യാനാണ്. ഇതിന്റെ ഓപ്ഷൻ വന്നിട്ട് ഓപ്ഷൻ എ ആണ്. ഡിഫൈൻ പ്രോബ്ലം, ഇത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കിട്ടിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. ടൈപ്പ് 2 എറർ, ഏതെങ്കിലും ഒരു എറർ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നെൽ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ ഇൻക്ലൂഡ് ആക്കാറുണ്ട്. ഇപ്രാവശ്യം ടൈപ്പ് 2 എറർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. പെട്ടെന്ന് നമുക്ക് ബേസിക് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ സ്റ്റെപ്പാണ് ഇത്. കഴിഞ്ഞത് റാഷണൽ ബൈയിങ് ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് ബയറിന്റെ ഡിസിഷൻ മേക്കിങ്ങിന്റെ പ്രോസസ്സാണ് ചോദിച്ചിട്ടുള്ളത്. അഗെയിൻ ഇതൊരു സിമ്പിൾ ആണ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നീഡ് റെക്കഗ്നിഷൻ, സി ഫസ്റ്റിൽ വരുന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അഗെയിൻ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ പോർട്ട്ഫോളിയോ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ്. സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 1 ആണ്. 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഐഡന്റിഫൈ വെയ്റ്റ്സ്, ഓരോ സെക്യൂരിറ്റിന്റെയും വെയ്റ്റ്സ് ഐഡന്റിഫൈ ചെയ്യുക.
പിന്നെ ആ വെയ്റ്റ്സ് അതിൻ്റെ റിട്ടേൺ എല്ലാം കൂടി ആഡ് ചെയ്യാം. പിന്നെ ആ വെയ്റ്റ്സും എക്സ്പെക്റ്റഡ് റിട്ടേണും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു പിന്നെ എക്സ്പെക്റ്റഡ് റിട്ടേൺ പോർട്ട്ഫോളിയോ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് IB എന്നുള്ളതാണ് ലിയോണ്ടിഫ് പാരഡോക്സ്. നമുക്ക് പെട്ടെന്ന് ഫാക്ടർ എൻഡോമെന്റ് തിയറി എന്നുള്ള ആൻസറിലേക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ എത്താൻ പറ്റും. നെക്സ്റ്റ് ജനറൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഗൈഡ് ചാനലൈസ് തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആർ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് കീവേഡ്സ് യൂസ് ചെയ്യാം. ഡിസിഷൻ മേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്ന ജനറൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പോളിസീസിലേക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. നെക്സ്റ്റ് ഫ്ലാറ്റ് ഓർഗനൈസേഷനിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഹൈ ലെവൽ ഓഫ് ഡീസെൻട്രലൈസേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ലെസ് എക്സ്റ്റെൻഡഡ് കമ്മ്യൂണിക്കേഷൻ ലൈൻസ് എന്നുള്ളത് ഓപ്ഷൻ 4 ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നുണ്ട്. നെക്സ്റ്റ് തിയറി പല രീതിയിലും ചോദിക്കലുണ്ട്. തിയറിന്റെ അസംഷൻ ആയിട്ടും പല രീതിയിൽ ചോദിക്കലുണ്ട്. ഇപ്രാവശ്യം അതിന്റെ മാർക്കറ്റ് പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. സോ അത് പിന്നെ ഡിവിഡൻഡ് പേ ചെയ്താലും അത് ചേഞ്ച് ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് ചേഞ്ച് ചെയ്യില്ല. നെക്സ്റ്റ് വളരെ സിമ്പിൾ അക്കൗണ്ടിങ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് ലാബിലിറ്റീസ് ഏതൊക്കെയാന്നുള്ളത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഷോർട്ട് ടേം ബോറോയിങ്സും ബിൽസ് പേയബിൾസ്. നെക്സ്റ്റ് സോഷ്യൽ എന്റർപ്രണർഷിപ്പിന്റെ എക്സാമ്പിൾ ഏതാണ് ചോദിച്ചതുള്ളത്. ഇതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. സോ സുലഭ ഇന്റർനാഷണൽ. അപ്പം ഇങ്ങനത്തെ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോസിബിൾ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ എന്നുള്ളതാണ്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആൻഡ് ഇ. ബി എന്ന് പറയുമ്പം റെഡ്യൂസസ് പ്രോബ്ലം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെഡ് ടാപ്പ്. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കും. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യുന്നുള്ളതാണ്. നെക്സ്റ്റ് മാച്ചിങ് ക്വസ്റ്റ്യൻ ആണ്. ലിക്വിഡിറ്റി 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ലിക്വിഡിറ്റി, ആക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഡെപ്റ്റ്. ഇതിൽ പ്രോഫിറ്റബിലിറ്റി 1 ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. സോ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. നെക്സ്റ്റ് ഹോളണ്ട് ടൈപ്പോളജിന്റെ പിന്നെ ടൈപ്സ് ഏതൊക്കെയാണ്, പേഴ്സണാലിറ്റി ടൈപ്സ് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, എ, ബി ആൻഡ് സി. എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും ഇൻക്ലൂഡ് ആവില്ല. നെക്സ്റ്റ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബിയിൽ വരുന്നത് ബി ആൻഡ് ഡി ആണ്. ബി എന്ന് പറയുമ്പം ബൈങ് എ പുട്ട് ഓപ്ഷൻ ഈസ് ഈക്വാലന്റ് ടു ദ ബൈങ് ഇൻഷുറൻസ്. അല്ലെ, ഇൻഷുറൻസുമായിട്ട് സെയിം ആയി വരും അല്ലെ പുട്ട് ഓപ്ഷൻ വാങ്ങാന്ന് പറയുമ്പോൾ. Then the difference between the spot price and the future price is called the basis. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് idle capacity cost due to avoidable causes are transferred to which of the following heads അല്ലെങ്കിൽ അക്കൗണ്ട്സ്. അതായത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാരണങ്ങളാണ്, ബട്ട് നമ്മൾ അത് ചെയ്തില്ല, അങ്ങനത്തെ കോസ്റ്റ് നമ്മൾ എവിടെയാണ് കാണിക്കുക എന്നുള്ളത്. ഇത് ഓപ്ഷൻ 4ലാണ്, കോസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മളത് കാണിക്കുക. പിന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓപ്ഷൻ 3 വിൽ ബി ദ കറക്റ്റ് ആൻസർ എന്നുള്ളത്. പിന്നെ ഫിനാൻസ് ഫങ്ഷൻ ഇൻവോൾവ്സ്. ഇതൊക്കെ ഫിനാൻസിൽ ചോദിക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് പ്രൊക്യൂർമെന്റ് ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ടൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത്.
നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യൽ പലപ്പോഴായിട്ട് 9 to 12 ക്വസ്റ്റ്യൻസ് ആണ്. സോ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൽ ചോദിച്ചിട്ടുള്ളത് നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിൽ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. 4 എന്ന് പറയുന്ന സമയത്ത് ABC ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ വായിക്കണ്ടല്ലോ, ജസ്റ്റ് ലൈക്ക് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ടു ടൈൽഡ് ലൈക്ക് ബോത്ത് ഡിറക്ഷനിലും നെവർ എൻഡിങ് ആണ്. അങ്ങനത്തെ നോർമലായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ളത് ഓപ്ഷൻ 3 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. കസ്റ്റമേഴ്സിൽ നിന്ന് ബിൽസ് റിസീവ് ചെയ്യുന്നതും അതുപോലെ തന്നെ സപ്ലയേഴ്സിന് കൊടുക്കുന്നതും ആ ഒരു ക്യാഷ് ഫ്ലോന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ അതായത് എംപ്ലോയബിലിറ്റി സ്കിൽ മെട്രിക്സിന്റെ സീക്വൻസ് കറക്റ്റ് ചെയ്യാനാണത്. അത് മിസ്മാച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ, നോളജ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അതായത് നമ്മൾ ഒരു കസ്റ്റമേഴ്സ് എക്സ്പെക്ട് ചെയ്തതും അതുപോലെ തന്നെ അവർ പെർസീവ് ചെയ്തതുമായിട്ടുള്ള സർവീസിൽ നിന്ന് ഒരു ഡിഫറൻസ് വരുമ്പം അതെന്ത് ബാരിയർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അത് ഇനാഡിക്വേറ്റ് റിസോഴ്സ് ബാരിയർ ആണ്. സോ അത് നമ്മൾക്ക് പിന്നെ കൊടുക്കാനില്ലാഞ്ഞിട്ടല്ല, ബട്ട് നമ്മളെ റിസോഴ്സസ് ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ പറ്റാതെ വരുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അതായത് റെസിപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റോയാലിറ്റീസ് ഓൺ ട്രേഡ് മാർക്സ് ഹെൽഡ് എബ്രോഡ് ആർ റിഫ്ലക്റ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്തെങ്കിലും ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ റോയാലിറ്റീസോ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഏത് അക്കൗണ്ടിലാണ് അത് റിഫ്ലക്റ്റ് ചെയ്യാന്നുള്ളത്. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ബാലൻസ് ഓഫ് ഇൻവിസിബിൾസ് എന്നുള്ള അക്കൗണ്ട്സിലായിരിക്കും അത് പാർട്ടാവാം. നെക്സ്റ്റ് അഗെയിൻ സ്റ്റെപ്സ് അറേഞ്ച് ചെയ്യാനാണ്. കേസ് ബേസ്ഡ് റീസണിങ്ങിന്റെ സ്റ്റെപ്സ് അറേഞ്ച് ചെയ്യാനാണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഇതിപ്പം ലൈക്ക് നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആക്കും ഇതിനെ കുറിച്ചിട്ട് അറിയാത്ത അധികം നോളജ് ഇല്ലാത്ത സ്റ്റുഡൻസ് ആവുമ്പം. കാരണം ഇതിൽ ഫസ്റ്റും ലാസ്റ്റും ഓപ്ഷൻസ് സെയിം ആയിട്ട് വരുന്നുണ്ട്. സോ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ആണ്. ഇറ്റ്സ് നോട്ട് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അഗെയിൻ സിമ്പിൾ ആൻഡ് വെരി ബേസിക് ക്വസ്റ്റ്യൻ. ഗ്രൂപ്പ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫോമിംഗ്, സ്റ്റോമിംഗ്, നോമിംഗ്, പെർഫോമിംഗ് ആൻഡ് അഡ്ജേണിംഗ്. ഇറ്റ്സ് ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിന്റെ പിന്നെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സോറി, ഓപ്ഷൻ ബി ആണ്. Next, a channel structure in which producers, wholesalers and retailers act as a unified system എന്ന് പറയുന്നത് ഇറ്റ്സ് VMS അല്ലേ, വേർട്ടിക്കൽ മാർക്കറ്റിംഗ് സിസ്റ്റം. ഇത് നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ്. സോ എപ്പോഴും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നെക്സ്റ്റ് മാച്ചിങ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആണ്. അതായത് ഒരുപാട് FM-ലുള്ള ഒരുപാട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതിനെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. NPV കാണാൻ നമുക്കറിയാം പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോസ്. NPVന്റെ IRR റിലേറ്റഡ് ആയിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ മീൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ A3 കിട്ടിയാൽ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസ് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ നമുക്ക് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് NPV 0 ആവുമ്പോഴാണല്ലോ IRR ഉണ്ടാവുന്നത്. സോ ഓപ്ഷൻ A will be the correct answer. നെക്സ്റ്റ്
ഡിമാൻഡ് ഡിറ്റർമിനന്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ 3 കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ബാക്കിയെല്ലാം ഡിമാൻഡിന്റെ ഡിറ്റർമിനൻസ് ആണ്. പ്രൈസ് ഓഫ് ഗുഡ്സ് ആയാലും കൺസ്യൂമർ ഇൻകം ആയാലും കൺസ്യൂമർ പ്രിഫറൻസസ് ആയാലും ഒക്കെ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഒരു ന്യൂ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇപ്പൊ ന്യൂ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഓൺലൈൻ അല്ലെങ്കിൽ വെർച്വൽ എന്നുള്ള കണക്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് റീറ്റെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ ലാർജ് ആണ്, ലോ കോസ്റ്റ് ആയിട്ട് ഹൈ വോളിയം പ്രൊഡക്ട്സിൽ സെൽഫ് സർവീസ് ഓപ്പറേഷനുള്ള ഒരു കൺസ്യൂമർ നീഡ് ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സ് ഒക്കെ കിട്ടുന്ന സ്റ്റോർ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ്സ് ഓപ്ഷൻ 4 സൂപ്പർ മാർക്കറ്റ് ആണ്. നെക്സ്റ്റ് എക്കണോമിക്സ് ഇതാണ്. മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യാറുള്ളതാണ്. സോ ഇതിൽ മൊണോപ്പൊളി മാച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. വെരി സിമ്പിൾ. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കോമ്പണൻസ് ഓഫ് അഗൈൽ സപ്ലൈ ചെയിൻ. അഗൈൽ എന്ന് പറയുന്ന സമയത്ത് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അവർ വളരെയധികം ഫാസ്റ്റ് ആയിട്ട്, അതായത് ചേഞ്ചസിനൊക്കെ ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും അവർക്ക്. പിന്നെ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സാറിനെയൊക്കെ പറയാൻ പറ്റും. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 എന്ന് പറയുമ്പോൾ ഇത് വെർച്വൽ ആയിരിക്കും, അതുപോലെ തന്നെ മാർക്കറ്റ് സെൻസിറ്റീവ് ആയിരിക്കും, അതുപോലെ തന്നെ പ്രോസസ് ഒക്കെ ഒരു നല്ല രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകും. അതുകൊണ്ടാണല്ലോ അവർക്ക് പെട്ടെന്ന് സ്പീഡി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് അതായത് എഗെയിൻ സ്റ്റെപ്സ് ആണ്. ലോജിസ്റ്റിക്സ് ഡിസ്ട്രിബ്യൂഷൻ ഡിസൈൻ ചെയ്യുന്നതിന്റെ സ്റ്റെപ്സ് ആണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് അഗെയിൻ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഒരു കസ്റ്റമേഴ്സിന് മറ്റൊരു ബ്രാൻഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇറ്റ്സ് പെർസസീവ് അഡ്വർടൈസ്മെന്റ് അല്ലേ. അഗെയിൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. EHRMന്റെ ഇംപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് രണ്ടും എല്ലാം നമുക്ക് ഉറപ്പിച്ച് ഒരൊറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന കാര്യം. ബാക്കി 3 ഓപ്ഷൻസ്. ഓപ്ഷൻ എ. നെക്സ്റ്റ് വന്ന് കൺട്രീസ് ട്രൈ ടു ഹോൾഡ് ദ വാല്യൂ ഓഫ് ദെയർ കറൻസീസ്. അവരുടെ കറൻസീസിന്റെ വാല്യൂസ് ഹോൾഡ് ചെയ്യും വിത്തിൻ സം റേഞ്ച് എഗെയിൻസ്റ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് റെഫറൻസ് കറൻസി ഓർ എ ബാസ്ക്കറ്റ് ഓഫ് കറൻസീസ്. ഏതെങ്കിലും റെഫറൻസ് കറൻസി ആയിട്ട് ഇല്ലെങ്കിൽ ഒരുപാട് കൺട്രീസിന്റെ കറൻസി ആയിട്ട് ഇറ്റ് റെഫേഴ്സ് ടു ആസ് എ ഡേർട്ടി ഫ്ലോട്ട് സിസ്റ്റം. നെക്സ്റ്റ് മെർജറിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇറ്റ്സ് ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് HRISന്റെ സ്റ്റെപ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ഓക്കെ, ഓപ്ഷൻ 2. പിന്നെ നെക്സ്റ്റ് എഗെയിൻ നമുക്ക് ചലഞ്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിലുള്ള ഓപ്ഷൻസും സെയിം ആണ്. ഇതിൽ നമ്മൾ ഡയറക്റ്റ് സെല്ലേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. ഓരോ ഓപ്ഷൻ തന്നിട്ടുള്ളത് ഹെർബാലൈഫ്, ലാക്മേ, മോദി കെയർ, ആംവേ, അവോൺ ബ്യൂട്ടി. ഇതിൽ ബി വരില്ല നമുക്ക് ഉറപ്പല്ലേ, ലാക്മേ പ്രൊഡക്ട്സ്. അപ്പം ബി ഇല്ലാത്ത ഓപ്ഷൻസ് രണ്ടെണ്ണം ഉള്ളത്, അത് രണ്ടും സെയിം ഓപ്ഷൻസ് ആണ്. സോ എഗെയിൻ സെയിം ഓപ്ഷൻസിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് നോട്ട് പ്രൊമോട്ടിംഗ് എന്റർപ്രണർഷിപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യാത്തത് അത് ഓപ്ഷൻ 3 ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിസൈൻ ഓഫ് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. നെക്സ്റ്റും ഒരു മാച്ചിങ് ക്വസ്റ്റ്യൻസ് ആണ്. പാർ വാല്യൂ, മെച്യൂരിറ്റി പീരീഡ്, കൂപ്പൺ റേറ്റ്,
അതുപോലെ തന്നെ പ്രീമിയം, അതൊക്കെ അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ അതുമായിട്ട് മാച്ച് ചെയ്യാണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ കണക്ട് ചെയ്താൽ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റൂലേ? സി നെക്സ്റ്റ് അഗെയിൻ മാച്ചിങ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇത് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി, ഫെയർനെസ്, ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അഗെയിൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അഗെയിൻ നമ്മളുടെ ഞാൻ പറഞ്ഞു AI റിലേറ്റഡ്, ഡാറ്റ മൈനിങ്, MIS, ആ ഒരു ഏരിയന്ന് കഴിഞ്ഞ പ്രാവശ്യം നല്ലതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഇതിൽ ഡാറ്റ മൈനിങ് ഏതാണ് എന്നുള്ള ആൻസർ കിട്ടിയാൽ തന്നെ നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഡാറ്റ മൈനിങ് എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. സോ ഓപ്ഷൻ 3 ആയിട്ട് നമുക്ക് കറക്റ്റ് ആൻസേഴ്സ് ആയിട്ട് പറയാൻ പറ്റും. പിന്നെ ബ്രാൻഡിങ് എന്നുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് എക്സിസ്റ്റിംഗ് ബ്രാൻഡ് നെയിം പുതിയൊരു ഫോം അല്ലെങ്കിൽ കളറ്, സൈസ്, ഫ്ലേവേഴ്സ് ഒക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിനെ എന്താണ് വിളിക്കുക? ലൈൻ എക്സ്റ്റൻഷൻ ആണോ, ബ്രാൻഡ് എക്സ്റ്റൻഷൻ ആണോ വിളിക്കുക? അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഇറ്റ്സ് ലൈൻ എക്സ്റ്റൻഷൻ തന്നെയാണ്. നെക്സ്റ്റ് ലാബർ വെൽഫെയർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്വിക്ക് നോട്ട്സ് ഒക്കെ അവൈലബിൾ ആക്കിയ സമയത്തും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ABC, അതായത് ഫാക്ടറി ആക്ട്, ദ എംപ്ലോയി ഇൻഷുറൻസ് ആക്ടും ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടും. നെക്സ്റ്റ് വന്നിട്ട് അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിഹേവിയർ കറസ്പോണ്ട്സ് ടു ദ സ്റ്റേറ്റ്മെന്റ് discretionary behavior that contributes to the psychological and social environment of the workplace എന്നുള്ളതാണ്. ഇതൊരു കൈൻഡ് ഓഫ് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഏതിലേക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ കഴിയില്ല. ബട്ട് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ഓർഗനൈസേഷൻ, സിറ്റിസൺഷിപ്പ്, ബിഹേവിയർ എന്നുള്ളത് കിട്ടും. നെക്സ്റ്റ് ഇൻഡിഫറൻസ് കർവിന്റെ സീക്വൻസ് ആണ്, ലോജിക്കൽ സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അറിയാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻഡിഫറൻസ് കർവിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. ഇപ്രാവശ്യം അതിന്റെ ലോജിക്കൽ സീക്വൻസ് ആണ് ചോദിച്ചത്. അത് ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ 2 പറയുമ്പോൾ ഫസ്റ്റ് ദ കൺസ്യൂമർ റാങ്ക്സ് പ്രിഫറൻസസ് ഓവർ ദ കോമ്പിനേഷൻ ഓഫ് ദ 2 പ്രൊഡക്ട്സ്. അവർ റാങ്ക് ചെയ്യും ഏതൊക്കെ കോമ്പിനേഷൻസിന്. നെക്സ്റ്റ് വരുന്നത് ദ കൺസ്യൂമർ പ്ലോട്ട്സ് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ദാറ്റ് പ്രൊവൈഡ് ദ സെയിം സാറ്റിസ്ഫാക്ഷൻ. സെയിം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന കോമ്പിനേഷൻസിനൊക്കെ അവർ പ്ലോട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കോൺവെക്സ് ഇൻഡിഫറൻസ് കർവ് ഫോം ചെയ്യും. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് ദ കൺസ്യൂമർ റീച്ചസ് ഇക്വിലിബ്രിയം വേർ ദ ബഡ്ജറ്റ് ലൈൻ ഈസ് ടാൻജന്റ് ടു ദ ഇൻഡിഫറൻസ് കർവ്. ടാൻജന്റ് ആവുന്ന സ്ഥലത്ത് ബഡ്ജറ്റ് ലൈൻ ഉണ്ട്. നെക്സ്റ്റ് ബിഹേവിയറൽ സെഗ്മെന്റേഷനിൽ അല്ലാത്തത് ഏതൊക്കെയാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഇത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഡിജിറ്റൽ ഡിവൈഡും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഓഫ് കൺസ്യൂമർ എന്നുള്ളതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് അതായത് ഒരു എറർ, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിൽ ഒരു എറർ സംഭവിച്ചാൽ, അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വൈസ് വേഴ്സ, അത് ഏത് തരമോ എറർ ആണ് എന്നാണ് ചോദിച്ചത്. അത് എറർ ഓഫ് പ്രിൻസിപ്പൽ ആണ് അവിടെ സംഭവിക്കുന്നത്. നെക്സ്റ്റ് സെൻട്രൽ ട്രേഡ് യൂണിയൻസ് അല്ലാത്തത് ഏതാണ് ചോദിച്ചത്. അതായത് നമ്മളുടെ ഇന്ത്യൻ്റെ ട്രേഡ് യൂണിയൻസ് അല്ലാത്തത്. അപ്പം ഇത് അമേരിക്കൻ ഫെഡറേഷൻ ലേബർ റിലേറ്റഡ് ആണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. ബാക്കിയെല്ലാം ഇന്ത്യൻ റിലേറ്റഡ് ആണ്, ഐ മീൻ സെൻട്രൽ റിലേറ്റഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റാറ്റിൽ നിന്നാണ്.
ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒബിയസ്ലി നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് എത്താൻ പറ്റും, കാരണം ഇവിടെ രണ്ട് കേസിലും 1.2 ആണ് വരുന്നത്. സോ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. പിന്നെ എക്സ്പാട്രിയേറ്റ്സ് ആരാണ് ചോദിച്ചത്? ഓപ്ഷൻ എ, ഇറ്റ്സ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത്. ഇറ്റ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ആണ്. ബാക്കിയെല്ലാം നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്സിൽ വരും. നെക്സ്റ്റ്, ഇൻട്രാപ്രണേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിന്റെ ആൻസർ വരുന്നത്, അതായത് ഒരു ഇൻട്രാപ്രണേഴ്സിന് ആവശ്യമില്ലാത്തത്, എസെൻഷ്യൽ അല്ലാത്തത് ഏതാണ് ചോദിച്ചത്? ലേണിംഗ് സൈൻ ലാംഗ്വേജ്. അത് സൈൻ ലാംഗ്വേജ് ലേൺ ചെയ്യണമെന്നുള്ള ഒരു കാര്യം തന്നെ വരുന്നില്ല. പിന്നെ റീഡിംഗ് കോംപ്രഹെൻഷന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇപ്രാവശ്യം റീഡിംഗ് കോംപ്രഹെൻഷൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പല കുട്ടികൾക്കും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ കുറച്ചൊരു കൈൻഡ് ഓഫ് ടഫ് ആയിരുന്നു. സോ ഇതൊക്കെയാണ് നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത്. സോ നിങ്ങൾ ആൻസർ ക്യൂ ഒക്കെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇനി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ലേണിംഗ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കീവേഡ്സ് സെർച്ച് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ എങ്ങനെ എലിമിനേഷൻ റൂൾസ് ഒക്കെ ചെയ്ത് നോക്കുക. അങ്ങനെ നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ ടൈം മാനേജ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതികളും ആ ഒരു മെത്തേഡൊക്കെ നമ്മൾ എല്ലാം നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. സോ ഐ ആം സ്റ്റോപ്പിംഗ് ഹിയർ. ഓക്കെ, ബൈ. താങ്ക് യു.